തോക്കാട് തരങ്കിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയം നടത്തുന്ന ഈ വിദ്യാർത്ഥി വായന അവതരണത്തിൽ എന്നെയും ഉൾപ്പെടുത്തിയതിൽ എനിക്ക് തരങ്കിണി വായനശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ. തമിഴിലും മലയാളത്തിലും സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ഒരു പ്രശസ്ത നോവലിസ്റ്റ് ആണ് ജയമോഹൻ. തുടരെ തുടരെ നോവലുകൾ രചിച്ച് ജനമനസ്സുകളെ ആകർഷിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇദ്ദേഹം. 1990 പ്രസിദ്ധീകരിച്ച റബ്ബർ എന്ന നോവലാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി. നോവലിസ്റ്റ് എന്നതിലുപരി ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ് ഇദ്ദേഹം. നിരവധി അവാർഡുകൾക്കും ഉടമയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ നോവലുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു കുഞ്ഞു നോവലാണ് 100 സിംഹാസനങ്ങൾ. മനസ്സിലും ശരീരത്തിലുമുള്ള അവർണ്ണത പദവി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ തൂത്തുമാറ്റാൻ സമൂഹം ഒരിക്കലും അനുവദിക്കില്ലെന്ന് IAS ഓഫീസറായ ധർമ്മപാലൻ എന്ന നായാടിയിലൂടെ പറയുകയാണ് ജയമോഹൻ. ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഒരു ഓഫീസ് ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തോട് മറ്റൊരു കഥാപാത്രമായ കുഞ്ഞൻ നായർ വന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. കേട്ടോറ് എന്ന ഒരു ഷെഡ് പോലെയുള്ളതും ഇടിഞ്ഞ 4-5 ഷെഡുകളുള്ളതും ഭിക്ഷക്കാരെ കൂനക്കൂടി കിടത്തുന്നതുമായ ഒരു കഴുതച്ചന്തയ്ക്കടുത്തുള്ള പഴയ ആശുപത്രിയാണ് അത്. അതിൽ 3-ാമത്തെ ഷെഡിൽ ഒരു പായ കൂടി ഇല്ലാതെ വെറും തറയിലാണ് അമ്മയുടെ കിടപ്പ്. അതു കേട്ടപ്പോൾ തന്നെ അമ്മയുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ആദ്യം തന്നെ ഒരു ഇടത്തരം പ്രായമുള്ളയാൾ ഗുഡ് മോർണിംഗ് എന്നും ചെറുപ്പക്കാരനായ മറ്റേയാൾ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നു. ഞാൻ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വന്നതാണെന്നും ഇവിടെയല്ലേ ഭിക്ഷക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം എന്നും അദ്ദേഹം ചോദിച്ചു. ഇവിടെയുള്ള ഭ്രാന്തന്മാരെയും പിച്ചക്കാരെയും ഒക്കെ മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ടുവന്നിടുന്നതാണെന്നും അവർ അനാഥരാണെന്നും അവർ പറഞ്ഞു. അവരെ തോട്ടിമാരല്ലാതെ അധികമാരും തൊടാറില്ല. റൊട്ടിയും വെള്ളവുമല്ലാതെ അവർക്ക് ഭക്ഷണവുമില്ല. അധികവും ചാകാറായതും ചീഞ്ഞതുമായ മാംസമുള്ളതും ഛർദിയുടെ ഗന്ധവും ഈച്ചകളുടെ മുരളുന്ന ശബ്ദവും ആകെ ഒരറപ്പ് തോന്നുന്ന സ്ഥലം. 3-ാമത്തെ ഷെഡിൽ തൻ്റെ അമ്മ കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അർദ്ധനഗ്നയായി തുകൽച്ചാക്കുമാതിരി പൊന്തി നിൽക്കുന്ന കറുത്ത വയറ്, കൈയും കാലുമൊക്കെ നീര് വച്ച് തലമുടി ചാണകം പോലെ കിടക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ കരച്ചിൽ വന്നു. ഇത് നിങ്ങളുടെ ആരാണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു. ഉടൻ തന്നെ അമ്മയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വന്ന ആളുകളെ ഏതോ വൃത്തികെട്ട ജീവിയെ പോലെയാണ് അവർ കാണുന്നത്. അദ്ദേഹത്തിന് ഓരോ കൊച്ചു കൊച്ചു വിഷമങ്ങൾ ഉണ്ടാകുന്തോറും അദ്ദേഹം ഓരോ സിഗരറ്റ് എടുത്തു വലിക്കും. ഈ നോവലിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും സിഗരറ്റ് വലിച്ചിട്ടില്ല എന്ന്. ആ നേരം അദ്ദേഹത്തിന് തൻ്റെ IAS ഇൻ്റർവ്യൂ ഓർമ്മ വന്നു. IAS ഇൻ്റർവ്യൂവിൽ നായാടി ജാതിക്കാരനായ ധർമ്മപാലനോട് ഇൻ്റർവ്യൂ ബോർഡിൽ ഒരംഗം ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസറായി ജോലി ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറ്റേ ഭാഗത്ത് നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ധർമ്മപാലൻ തൻ്റെ ജീവിതം കൊണ്ട് മറുപടി പറയുന്നു, ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും 2 വശത്തു നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ മൂകരായി പോയതുപോലെ വായനക്കാരെയും മൂകരാക്കി കളയുന്ന വല്ലാത്തൊരു സന്ദർഭമാണിത്. ഉയർന്ന ജാതിക്കാരാൽ നായയെപ്പോലെ ഓടിക്കപ്പെട്ടിരുന്നത് കൊണ്ടുമാവാം, ഹീനമായി നായാടപ്പെട്ടതു കൊണ്ടുമാവാം, നായാടി എന്ന പേര് അനേക ജന്മങ്ങളിലായി ആട്ടിയകറ്റപ്പെട്ട ഒരു നായ അധികാര സ്ഥാനത്തെത്തിയപ്പോൾ അതേ ആട്ടിയകറ്റലിൻ്റെ കൂടുതൽ സൂക്ഷ്മവും നിർഭയവുമായ രൂപങ്ങൾ നേരിടേണ്ടി വരുന്നു. മുജ്ജന്മങ്ങളിലോ തൻ്റെ തന്നെ ബാല്യത്തിലോ അജ്ഞത കാരണം അയാൾ തിരിച്ചറിഞ്ഞതല്ല അപമാനത്തിൻ്റെ ഈ ചാട്ടവാറടി. ഇപ്പോൾ അയാൾ വളർന്നു, അപമാനവും വളർന്നു. നിർലജ്ജമായ ഭയമേ അന്നുണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്നതല്ല. നിന്ദയുടെ ചെറു സൂചനകൾ പോലും വാചാലമായി അനുഭവിക്കുന്ന സംവേദനക്ഷമത നേടി അയാൾ. നാരായണ ഗുരു തൻ്റെ ശിഷ്യനായ പ്രജാനന്ദനിലൂടെ ധർമ്മപാലനിൽ വരുത്തിയ മനുഷ്യത്വത്തിൻ്റെ ഈ ഉയർന്ന സംവേദനശേഷിയാണ്. അമ്മയെ ആട്ടിയകറ്റുമ്പോൾ അയാൾ അനുഭവിച്ചത് അഗാധമായ നിസ്സഹായത മാത്രമല്ല, 100 സിംഹാസനങ്ങൾ താണ്ടിയാലും
ഉറയ്ക്കാത്ത ഇരിപ്പിടത്തെക്കുറിച്ചുള്ള തരണം ചെയ്യാനാവാത്ത ഏകാന്തതയെക്കുറിച്ചുള്ള ഭയവുമാണ്. പള്ളിക്കൂടത്തിലെ ബോധാനന്ദൻ്റെ കൈകൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു. ബോധാനന്ദൻ അദ്ദേഹത്തെ എടുത്ത് മുകളിലേക്ക് പൊക്കി ആകാശത്തേക്ക് എറിഞ്ഞു പിടിക്കും. പക്ഷിയെപ്പോലെ അദ്ദേഹം കാറ്റിൽ പറന്നെഴുന്നേറ്റ് താഴേക്ക് വരുമായിരുന്നു. ഇന്നും ഇന്നും എന്ന് പറഞ്ഞുകൊണ്ട് ബോധാനന്ദൻ്റെ പിന്നിൽ ഓടുന്ന ആ കുട്ടിയെ നോവലിസ്റ്റ് ഒരു പെന്നിൻ മുനയിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. കളിയും ചിരിയും എന്താണെന്ന് ആ കൊച്ചു ബാലനെ പഠിപ്പിച്ചത് ബോധാനന്ദനായിരുന്നു. ബോധാനന്ദൻ കോഴിക്കോട് കടപ്പുറത്ത് കോളറ പരന്നപ്പോൾ സേവനമനുഷ്ഠിക്കാൻ ചെന്ന് കോളറ വന്നു മരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വെളുപ്പിനോട് വലിയ പുച്ഛമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുധയെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തുകൊണ്ടെന്നാൽ സുധ വെളുത്ത വർഗ്ഗക്കാരാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അവളോട് വെറുപ്പായിരുന്നു. അവളെ അവർ ഉപദ്രവിക്കുകയും കാർക്കിച്ചു തുപ്പുകയും വേണ്ടാത്ത ചില വാക്കുകൾ പറയുകയും ചെയ്യും. അവളുടെ മകനെ അമ്മ അഴുക്കുകൈകൊണ്ട് തൊടും. പക്ഷേ അവൾ അത് 2 കൈകൊണ്ടും തടുക്കും. അമ്മയുടെ ഉപദ്രവം സഹിക്കാതെ അമ്മയുടെ മകൻ അമ്മയെ പിടിച്ചുമാറ്റി വീടിന് പുറത്താക്കി. അമ്മ അവരെ ശപിച്ചു. അവരുടെ ശാപം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വല്ലാതെ ബാധിച്ചു. അവരുടെ മകന് കടുത്ത പനിയും വയറ്റിളക്കവും ഛർദിയും ഒക്കെ വന്ന് അവർ ആശുപത്രിയിലാവുന്നു. അമ്മയുടെ അസുഖത്തിന് തെല്ലും കുറവില്ല. അമ്മയുടെ സന്തോഷത്തിന് അദ്ദേഹം പറയുന്നു, തമ്പ്രാക്കളുടെ കസേരയിൽ ഇനി ഞാനിരിക്കില്ല. എനിക്ക് ആ കസേര വേണ്ട. കല്ലു കണ്ട തെരുവു പട്ടിയെ പോലെ ശരീരം മുഴുവൻ വളച്ച് കുറുകി 2 കൈയും കൂപ്പി തമ്പ്ര കഞ്ചി താ തമ്പ്ര പസിക്കത് തമ്പ്ര എന്ന് ഇരന്നു. ഒരു കാൽ ഒറ്റയ്ക്ക് കിടന്ന് പിടയുന്നു. മുഖം ഒരു വശത്തേക്ക് കോടുന്നു. പിന്നെ അവളിലേക്ക് ഒരു നിശ്ചലത മെല്ലെ കടന്നുവന്ന് നിറഞ്ഞു മൂടി. ഇവളുടെ ഹൃദയം അതിൻ്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ച് മണ്ണായി മാറണമെങ്കിൽ എനിക്കിനിയും 100 സിംഹാസനങ്ങൾ വേണം എന്നാണ് നോവലിസ്റ്റ് പറയുന്നത്. ആത്മകഥാകഥനത്തിൻ്റെ ഭാഷയിൽ പറയപ്പെട്ട പരകഥാകഥനം തന്ന വൈകാരികാഘാതം മലയാളിയുടെ രചനാസങ്കല്പങ്ങളെ ശക്തമായി സ്വാധീനിച്ചേക്കാം. എഴുത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു വിച്ഛേദമായി മാറാം. ശ്രീനാരായണ ഗുരു മലയാളിയിലുണ്ടാക്കിയ ഉണർവിൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും മികച്ച ആവിഷ്കാരമായി ഞാൻ കാണുന്നു ഈ ജയമോഹൻ്റെ ഈ ഒഥല്ലോയെ. മാരകമായ അനുഭവങ്ങളുടെ മുറിവേൽക്കാതെ, അസ്തിത്വം എന്ന നേരിൻ്റെ പൊള്ളലേൽക്കാതെ വായിച്ചു തീർക്കാനാവില്ല ഈ നോവൽ.